ഹലോ, നോക്കിയേ, കണ്ടാ മഴവില്ല് ഭയങ്കര ഭംഗി. ഇപ്പോൾ മഴവില്ല് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിൾ പ്രകാരം ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം പണ്ട് കാലത്ത് ഈ മനുഷ്യർ ഈ ദൈവം ഭൂമിയൊക്കെ ഉണ്ടാക്കിയിട്ടു ഈ ആദഹവൊക്കെ കഴിഞ്ഞ ഈ ടൈമിൽ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടു. അപ്പോൾ പിശാച് വന്ന് ഇവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നു. ഇങ്ങനെ പാപം ചെയ്ത് മനുഷ്യന്മാരിങ്ങനെ നശിച്ച് ഇങ്ങനെ പോകണം കണ്ടപ്പോൾ ദൈവത്തിന് ദേഷ്യം വരും. എന്നിട്ട് നോഹയുടെ അടുത്ത് പറയും, നോഹയുടെ അടുത്ത് പേടകം ഉണ്ടാക്കാൻ പറയും, നോഹയുടെ പേടകം ആ ടൈമിൽ. അപ്പോൾ എന്തിനാ അത് വെള്ളപ്പൊക്കം വരുത്തിയിട്ട് ഭൂമിയിലുള്ള എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ജീവികളുടെയും ഓരോ ഇങ്ങനെ പെയറൊക്കെ വെച്ച് വഞ്ചിയിൽ കയറ്റി എല്ലാവരും രക്ഷിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നോഹേനെ മാത്രമല്ല നോഹയുടെ ഫാമിലീനും അതിൽ കയറ്റിയിട്ടാണ് ദൈവം ഇതുണ്ടാക്കാൻ പറയണേ. അപ്പോൾ അന്ന് മുകളിലത്തെ ഈ ഫെർമമെൻ്റ് തുറന്ന് ഭൂമിയുടെ മുകളിൽ ഫെർമമെൻ്റ് ഒക്കെ തുറന്ന് മഴ പെയ്യിപ്പിച്ചു. കുറേ ദിവസം മഴ പെയ്യിപ്പിച്ചിട്ടാണ് വെള്ളപ്പൊക്കം വന്നത്. ഏറ്റവും ഉയരമുള്ള മലേനെക്കാട്ടും മുകളിൽ വെള്ളം വന്നു. അപ്പോൾ അത്രയ്ക്കും വലിയൊരു വെള്ളപ്പൊക്കം വന്ന എല്ലാവരും അങ്ങോട്ട് മരിച്ചു, എല്ലാത്തിനും അങ്ങോട്ട് നശിപ്പിച്ചു ദൈവം. അപ്പോൾ അന്ന് ഉണ്ടാക്കി ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കി എല്ലാവരും കൊന്ന് ലാസ്റ്റ് വെള്ളമൊക്കെ ഇറങ്ങി വീണ്ടും നോഹയുടെ ഫാമിലിയിൽ നിന്ന് തുടർന്ന് വന്ന ഇപ്പം ബാക്കിയുള്ള മനുഷ്യർ ആ ടൈമിൽ ദൈവം ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാക്കി വിട്ടപ്പോൾ അന്ന് ദൈവം ഇവർക്കൊരു വാക്ക് കൊടുത്തു. അതാണ് ഈ മഴവില്ല്. അന്ന് ഈ മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അന്ന് ദൈവം പറഞ്ഞത് ഈ മഴവില്ല് കാണണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഒക്കെ വരുത്തി ആളുടെ ദേഷ്യം അങ്ങോട്ട് തീർത്തു. എല്ലാവരെയും അങ്ങോട്ട് വെള്ളപ്പൊക്കം വരുത്തി എല്ലാവരെയും നശിപ്പിച്ചുല്ലോ, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിച്ചുല്ലോ. അപ്പോൾ ആള് അന്നത്തെ ഒരു വാക്കാണ് ഈ മഴവില്ല്. ഇനി ഈശോ വീണ്ടും തിരിച്ച് വരുന്ന വരെ വെള്ളപ്പൊക്കം ഒന്നും വന്ന് ആരും ചാവില്ല. എന്ന് വെച്ചാൽ അന്നത്തെ പോലത്തെ വെള്ളപ്പൊക്കം 7 മല അല്ല, ലോകത്തിലെ എല്ലാ മലയും മുങ്ങണം, അത്രയും വലിയ വെള്ളപ്പൊക്കം ഇനി വരുത്തില്ല എന്നുള്ളൊരു പ്രോമിസ് തന്നതാണ്. അതിൻ്റെ ഒരു ഇതാണ് ഈ മഴവില്ല്. ആ വാക്ക്, അതാണ് മഴവില്ലിനെ കുറിച്ച് ബൈബിളിൽ പറയണത്.